ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ ഈ വണ്ടിയുടെ ബിസിനസ്സൊക്കെ ആയത് കാരണം ഒരു പുതിയ വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ പോയതിന് ശേഷമാണെങ്കിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വണ്ടികളൊക്കെ എങ്ങനെയും സേവ് ചെയ്യണം, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു ആഗ്രഹം തോന്നി ഒരു വണ്ടി എടുത്താലോ എന്ന്. അപ്പോഴും ഇങ്ങനെ സെക്കൻഡ്സ് കുറേ നോക്കി, പുതിയ വണ്ടി അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തു എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരുമായിട്ട്. അങ്ങനെ ഫൈനലി ഡിസൈഡ് ചെയ്തു ഒരു പുതിയ വണ്ടി തന്നെ എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാനൊരു പുതിയ വണ്ടിയൊക്കെ എടുക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരും എടുത്തിട്ടില്ല. ഇൻ ദ സെൻസ് എൻ്റെ ഫാമിലിയല്ല, എൻ്റെ അച്ഛനമ്മ, എൻ്റെ ചേച്ചി ഇറങ്ങുന്നത്, ഞങ്ങൾ ആരും ഇതൊരു പുതിയ വണ്ടി യൂസ് ചെയ്തിട്ടില്ല. നമ്മളധികം സെക്കൻഡ്സാണ് വാങ്ങാറുള്ളത്. അപ്പോൾ എൻ്റെ 28ാമത്തെ വയസ്സിൽ എന്നെയും കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊരു വണ്ടി സ്വന്തമാക്കി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്. ഐ എം സോ ഹാപ്പി. എനിക്കറിയാം എന്നെ അറിയാവുന്ന എൻ്റെ കൂടെ നിന്ന എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരിക്കും എനിക്കറിയാം. വണ്ടി എടുത്തു എന്നാണ് കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എന്താ ബുള്ളറ്റ് എടുക്കാതെ ഇരുന്നതെന്ന്. അതെന്താ ഞങ്ങൾ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്തത് എനിക്കിഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഒരു രാജമല്ലി എന്നുള്ള പാട്ട് കേട്ട് വളർന്ന എനിക്ക് അതുപോലൊരു വണ്ടിയൊക്കെ ഓടിച്ച് നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സെയിം മോഡൽ വണ്ടി ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല, ബട്ട് അതുമായിട്ട് ഏറ്റവും കൂടുതൽ സിമിലറായി നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്.